നമസ്കാരം. ഒരു അടിസ്ഥാനവുമില്ലാതെ തള്ളിമറിച്ചിരുന്ന കള്ളക്കണക്കുകൾ ആരും വിശ്വസിക്കുന്നില്ലെന്ന് വന്നതോടെ മോദി ഒടുവിൽ സെൻസസിന് ഒരുങ്ങുകയാണെന്ന് വാർത്തകൾ പുറത്തുവരുന്നു. 2021 പുറത്തുവിടാൻ തക്കവണ്ണം 2019 തുടക്കമിടേണ്ടിയിരുന്ന സെൻസസ് 6 വർഷത്തിന് ശേഷം അടുത്ത മാസം തുടങ്ങിവെക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. 2021 ഷെഡ്യൂൾ ചെയ്തിരുന്നതും എന്നാൽ COVID-19 മഹാമാരി കാരണം മാറ്റിവെച്ചതുമായ ഒരു ദശാബ്ദക്കാല സംരംഭം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ നേരിടുന്ന കാര്യമായ ഡാറ്റയില്ലായ്മ പരിഹരിക്കാൻ സഹായിക്കും. സമഗ്ര സർവേ പൂർത്തിയാകാൻ ഏകദേശം 18 മാസം എടുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സെൻസസിലെ തുടർച്ചയായ കാലതാമസം ശക്തമായ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല, സർക്കാരിന് അകത്തും പുറത്തുമുള്ള സാമ്പത്തിക വിദഗ്ധരും നയരൂപീകരണ വിദഗ്ധരും ഈ ഡാറ്റ ഇല്ലായ്മയ്ക്കെതിരെ ശക്തമായി രംഗത്തു വരികയും ചെയ്തിരുന്നു. സാമ്പത്തിക ഡാറ്റ, പണപ്പെരുപ്പം, തൊഴിൽ എസ്റ്റിമേറ്റുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേകളുടെ കൃത്യതയെയും പ്രസക്തിയെയും സെൻസസ് ഡാറ്റയുടെ അഭാവം ബാധിച്ചുവെന്നും അവർ വാദിക്കുന്നു. നിലവിൽ ലഭ്യമായ ഡാറ്റാ സെറ്റുകളിൽ ഭൂരിഭാഗവും കാലഹരണപ്പെട്ട 2011 സെൻസസിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് പല സർക്കാർ പദ്ധതികളും നയങ്ങളും ഫലപ്രദമല്ലാതാക്കുന്നുവെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ആഭ്യന്തര മന്ത്രാലയവും സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയവും സെൻസസിനായി വിശദമായ സമയക്രമത്തിൽ പ്രവർത്തിച്ചു വരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിരുന്നാലും അവർ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. സെൻസസ് ആരംഭിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതുവരെയും പച്ചക്കൊടി വീശിയിട്ടില്ല. സെൻസസ് അനിവാര്യമാണെന്ന അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നിട്ടും 2021 സെൻസസിനായുള്ള ഈ വർഷത്തെ ബജറ്റ് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതും സംശയമുണർത്തുന്നുണ്ട്. സെൻസസിനായി 8754.23 കോടി രൂപയുടെയും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കുന്നതിന് 3941.35 കോടി രൂപയുടെയും ബജറ്റിന് കേന്ദ്ര മന്ത്രിസഭ ആദ്യം അംഗീകാരം നൽകിയിരുന്നു. പക്ഷേ 2024-25 കേന്ദ്ര ബജറ്റിൽ വിഹിതം 1309 കോടി രൂപയായി വെട്ടിക്കുറച്ചു. ഇത് 2021-22 നീക്കിവെച്ച 3768 കോടി രൂപയിൽ നിന്ന് ഗണ്യമായി കുറവാണ്. ഇത്തവണ വെട്ടിക്കുറച്ച തുകയുമായി ഈ വർഷത്തെ ബജറ്റ് വന്നതോടെ ഈ സാമ്പത്തിക വർഷവും സെൻസസ് നടന്നേക്കില്ലെന്ന ചർച്ചയാണ് ഉയർന്നു വന്നിരുന്നത്. കഴിഞ്ഞ മാസം ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ സെൻസസിന് മതിയായ ധനസഹായം നൽകുന്നതിനെ കുറിച്ച് പരാമർശമില്ലാത്തതിൽ കോൺഗ്രസ് നിരാശ പ്രകടിപ്പിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതാദ്യമായാണ് സർക്കാർ കൃത്യസമയത്ത് സെൻസസ് നടത്തുന്നതിൽ പരാജയപ്പെടുന്നത് എന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭരണപരമായ പിഴവ് മൂലമുണ്ടായ പ്രത്യാഘാതങ്ങൾ ഗുരുതരമാണ് എന്ന് ജയറാം രമേശ് അക്കമിട്ട് വിമർശിച്ചു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 10 മുതൽ 12 കോടി വരെ വ്യക്തികൾ ഇതിന് ഉദാഹരണമാണ്. NDA പങ്കാളികളിൽ നിന്ന് പോലും ആവശ്യമുയർന്നിട്ടും സർക്കാർ സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് ഒഴിവാക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും രമേശ് കൂട്ടിച്ചേർത്തു. 2021 സെൻസസ് പൗരന്മാർക്ക് സ്വയം സാക്ഷ്യപ്പെടുത്താൻ അവസരം നൽകുന്ന ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആയിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സെൻസസ് നടത്തി യഥാർത്ഥ വസ്തുതകൾ പുറത്തു വന്നാൽ ഇതുവരെ കെട്ടിപ്പൊക്കിയ കള്ളങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകരുമെന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇനിയും സെൻസസ് നടത്തുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ മോദി സർക്കാരിനാവില്ലെന്നതാണ് യാഥാർത്ഥ്യം.